ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഷീറ്റ് റൂഫിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം വീടുകൾ, റെസിഡൻഷ്യൽ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ നില ചെയ്തതിന് ശേഷം നമുക്ക് വെയിലോ മഴയോ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് നമ്മളെ റൂഫിൻ്റെ മേലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഷീറ്റ് റൂഫിംഗ് ഫോർ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒന്നുമില്ല, അതിൻ്റെ പ്രൊപ്പോസഡ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ഉണ്ട്, റെഗുലറൈസേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രൊപ്പോസറായിട്ട് നിങ്ങൾക്ക് മറ്റേ റൂഫിംഗ് ഷീറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡ്രോയിങ് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫ്ലോർ 0 എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഷീറ്റിൻ്റെ ഘടന അനുസരിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേലെയാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോർ 1 എന്ന ലെയർ എടുക്കാം. ഫ്ലോർ 2 ഉണ്ട്, ഫ്ലോർ 3 ഉണ്ട്, ഫ്ലോർ 5, ഫ്ലോർ 4, ഫ്ലോർ 5 അതുപോലെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എക്സിസ്റ്റിംഗ് ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ എവിടെയാണോ നിങ്ങൾ ഷീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെയർ മെട്രിക്സ് ലെയർ എടുക്കുക. അതായത് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് സെലക്ട് ചെയ്യാവുന്നതുള്ളൂ. റെഗുലറൈസേഷനും ഉണ്ട്, അങ്ങനത്തെ കേസിലും വരാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കേസുകൾ. അതിൽ പറയുന്നത് ഇൻ ഫ്ലോർ പ്ലാൻസിൽ പ്രൊപ്പോസൽ ഷീറ്റ് റൂഫ് ഷാൽ ബി മാർക്ക്ഡ് ആസ് പോളിഗൺ. അത് പോളിഗൺ ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ട് വേണം നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് ഷീറ്റ് റൂഫ് ഷാൽ ബി മാർക്ക്ഡ് ഇൻ ലെയർ ബ്ലോക്ക് 1 ഷീറ്റ് റൂഫ് എക്സിസ്റ്റിംഗ് ആൻഡ് അങ്ങനെ ഇത് അതിൻ്റെ ആക്ഷനും കാര്യങ്ങളും അതുപോലെ ഷീറ്റ് റൂഫ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. ഷീറ്റ് റൂഫിംഗ് ഫോർ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്സിൽ നമ്മൾ ഷീറ്റ് റൂഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊപ്പോസൽ ആണെങ്കിൽ പ്രൊപ്പോസൽ കൊടുക്കാം, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എക്സിസ്റ്റിംഗ്, റെഗുലറൈസേഷൻ ആണെങ്കിൽ റെഗുലറൈസേഷൻ. അത്രയേ ഉള്ളൂ ഈ ഒരു കേസിൽ. ഓക്കെ, താങ്ക് യു.